എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 5 കർമ്മസന്യാസ യോഗം. അർജുനൻ്റെ ഒരു സംശയത്തോടെയാണ് 5-ാം അധ്യായമായ കർമ്മസന്യാസ യോഗം ആരംഭിക്കുന്നത്. കർമ്മസന്യാസമോ കർമ്മമോ ഏതാണ് കൂടുതൽ ശ്രേഷ്ഠം എന്നതാണ് സംശയം. വിവേകപൂർവം കർമ്മങ്ങളെ എങ്ങനെ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ സകാമകർമ്മത്തിൽ നിന്നും എങ്ങനെ നിഷ്കാമകർമ്മത്തിലേക്ക് കടക്കാം, അതായത് സ്വാർത്ഥത വെടിഞ്ഞ് സമൂഹ നന്മയ്ക്കായി കർമ്മം ചെയ്യുന്നതാണ് യജ്ഞം എന്ന് കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടു. ഈ നിലയിലെത്തുമ്പോൾ ആ വ്യക്തിയിൽ സത്വഗുണം വർദ്ധിക്കും, ഉള്ളം തെളിഞ്ഞ് ശാന്തമാകും. ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് ശരിയായ സന്യാസത്തിൻ്റെ സ്വരൂപമെന്ത്, കർമ്മസന്യാസം എങ്ങനെ അനുഷ്ഠിക്കാം, ഇത് അധ്യാത്മ പുരോഗതിക്ക് എങ്ങനെ പ്രയോജനപ്പെടും എന്നതൊക്കെയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കർമ്മമണ്ഡലത്തിൽ നിന്നും ധ്യാനമേഖലയിലേക്ക് എങ്ങനെ കടക്കാം എന്നതാണ് മുഖ്യമായും ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യത് ശ്രേയ യതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. കൃഷ്ണ കർമ്മണാം സന്യാസം. ഹേ കൃഷ്ണ, കർമ്മസന്യാസത്തെയും പുനഃ യോഗ ച പിന്നെ കർമ്മയോഗത്തെയും ശംസസി അങ്ങ് പ്രശംസിക്കുന്നുവല്ലോ. ഏതയോ യത് ശ്രേയ ഇവയിൽ ഏതാണ് അധികം ശ്രേയസ്കരം. തത് ഏകം സുനിശ്ചിതം ആ ഒന്ന് ഏതാണ് എന്ന് തീർച്ചപ്പെടുത്തി മേ ബ്രൂഹി എനിക്ക് പറഞ്ഞു തന്നാലും. ഹേ കൃഷ്ണ, അങ്ങ് കർമ്മസന്യാസത്തെയും പിന്നെ കർമ്മയോഗത്തെയും പ്രശംസിക്കുന്നു. ഇതിലേതാണ് അധികം ശ്രേയസ്കരമെന്ന് എനിക്ക് വ്യക്തമായി പറഞ്ഞു തരൂ എന്ന്. ആ തുടക്കത്തിലുണ്ടായിരുന്ന അധൈര്യവും ആലസ്യവും ഒക്കെ വിട്ടൊഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായിട്ടുമുണ്ട് അർജുനന്. അതുകൊണ്ടാണ് ഏതാണ് കൂടുതൽ നല്ലത് എന്ന് ചോദിക്കുന്നത്. ഒന്നിനു ശേഷം മറ്റൊന്ന് എന്ന ക്രമത്തിൽ അനുഷ്ഠിക്കേണ്ട സാധനാ പദ്ധതിയിലെ 2 ഘട്ടങ്ങളെയാണ് ഇവിടെ പറയുന്നത്. ആദ്യം കർമ്മയോഗം, പിന്നെ കർമ്മസന്യാസം. 1-ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യത് ശ്രേയ യതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. ശ്ലോകം 2. ശ്രീ ഭഗവാനുവാച സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, സന്യാസ കർമ്മയോഗ ച കർമ്മസന്യാസവും കർമ്മയോഗവും ഉഭൗ നിശ്രേയസകരവും രണ്ടും മോക്ഷത്തിനുള്ള ഉപായങ്ങൾ ആകുന്നു. തു തയോ എന്നാൽ അവയിൽ വച്ച് കർമ്മസന്യാസാത് കർമ്മസന്യാസത്തേക്കാൾ കർമ്മയോഗ വിശിഷ്യതേ കർമ്മയോഗം തന്നെയാണ് ശ്രേഷ്ഠം. കർമ്മസന്യാസവും കർമ്മയോഗവും രണ്ടും മോക്ഷത്തിനുള്ള ഉപായങ്ങളാണ്. എന്നാൽ അവയിൽ വെച്ച് കർമ്മസന്യാസത്തേക്കാൾ കർമ്മയോഗം ശ്രേഷ്ഠമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. വെവ്വേറെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള വ്യത്യസ്തങ്ങളായ മാർഗങ്ങളാണ് കർമ്മസന്യാസവും കർമ്മയോഗവും എന്നാണ് അർജുനൻ ധരിച്ചു വച്ചിരിക്കുന്നത് എന്ന് അർജുനൻ്റെ ചോദ്യത്തിലൂടെ കൃഷ്ണന് ബോധ്യമായി. ഈ അലസത മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണ്. അധ്വാനിക്കാതെ എല്ലാം കിട്ടിയാൽ അത്രയും സന്തോഷം. വ്യക്തിക്കോ സമൂഹത്തിനോ ഒരു തരത്തിലും ഉപകരിക്കില്ല ഈ നിഷ്ക്രിയത്വം. എന്നാൽ അവനിൽ ആഗ്രഹം ജനിച്ചു കഴിയുമ്പോഴോ ആഗ്രഹങ്ങൾ നിറവേറ്റാനായി പരിശ്രമം തുടങ്ങും. അങ്ങനെ ചെയ്ത് കുറേ കഴിയുമ്പോൾ അത് മടുക്കും. അങ്ങനെ സകാമകർമ്മത്തിൽ നിന്ന് നിഷ്കാമകർമ്മത്തിലേക്ക് കടക്കും. സമൂഹ സേവയും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് അങ്ങനെ യജ്ഞഭാവത്തിൽ കർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോൾ 2-ാം ഘട്ടം ആരംഭിച്ചു എന്ന് പറയാം. തുടർന്ന് ആത്മവികാസത്തിലൂടെ വാസനാമാലിന്യങ്ങളെല്ലാം നീങ്ങി ചിത്തശുദ്ധി കൈവന്ന ധ്യാനത്തിന് യോഗ്യമാകും. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ പ്രാകൃതാവസ്ഥയിൽ നിന്നും പരിപൂർണാവസ്ഥയിലേക്ക് എത്തുന്നത്
3 ഘട്ടമായിട്ടാണ് എന്ന് പറയാം. സകാമകർമ്മം, നിഷ്കാമകർമ്മം, ധ്യാനം. കർമ്മവും കർമ്മസന്യാസവുമാണ് സാധകനെ പരമലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. കർമ്മയോഗമാണ് ശ്രേഷ്ഠം എന്നാണ് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, രാജകുമാരനായ അർജുനൻ്റെ ഉള്ളിൽ മുഴുവൻ ക്ഷത്രിയ വീര്യമാണ്, ക്ഷത്രിയ വാസനകളാണ്. ഇതെല്ലാം യുദ്ധകളത്തിൽ തീരണം. ഉള്ളിലെ വാസനകൾ തീരുവോളം നമ്മളെല്ലാം കർമ്മഭൂമിയിൽ പ്രവർത്തിച്ചേ തീരൂ. ഈ ആശയത്തിലാണ് കർമ്മസന്യാസത്തേക്കാൾ കർമ്മയോഗമാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത്. ശ്ലോകം 2 ഒന്നുകൂടെ നോക്കാം. ശ്രീ ഭഗവാനുവാച സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. ശ്ലോകം 3. ജ്ഞേയ സ നിത്യസന്യാസി യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. മഹാബാഹോ, അല്ലയോ അർജുന, യ ന ദ്വേഷ്ടി, ആര് ദ്വേഷിക്കുകയോ, ന കാംക്ഷതി, കാക്ഷിക്കുകയോ ചെയ്യുന്നില്ലയോ, സ നിത്യസന്യാസി ജ്ഞേയ, അവൻ നിത്യസന്യാസിയാണ് എന്ന് അറിയൂ. ഹി നിർദ്വന്ദ്, എന്തെന്നാൽ രാഗദ്വേഷങ്ങളില്ലാത്തവൻ ബന്ധത്തിൽ നിന്നും സുഖം പ്രമുച്യതേ, എളുപ്പത്തിൽ മുക്തനാകുന്നു. സന്യാസി ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇഷ്ടാനിഷ്ടങ്ങളില്ലാത്തവൻ ആരോ അവനാണ് സന്യാസി. ആന്തരിക ഭാവമാണ് മുഖ്യം എന്നർത്ഥം. മറിച്ച് പുറമെയുള്ള വേഷഭൂഷാദികളിലല്ല സന്യാസത്തിൻ്റെ മാനദണ്ഡം എന്ന്. അർജുനന് ക്ഷത്രിയ സംസ്കാരം ഉള്ളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം രാജകീയ സ്ഥാനമാനങ്ങളിൽ സ്വാഭാവികമായും അയാൾക്ക് താല്പര്യമുണ്ടായിരിക്കും. ഇത് നമ്മുടെ കാര്യത്തിലായാലും ശരിയാണ്. കർമ്മനിരതനായി ഇഷ്ടാനിഷ്ടങ്ങൾ വെടിഞ്ഞ് കർമ്മം ചെയ്തുകൊണ്ട് തന്നെ കർമ്മസന്യാസത്തിലേക്ക് കടക്കാം. അതാണ് വേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. 3-ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ജ്ഞേയ സ നിത്യസന്യാസി യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. ശ്ലോകം 4. സാഖ്യയോഗൗ പൃഥക് ബാലാ പ്രവദന്തി ന പണ്ഡിതാ ഏകമപ്യാസ്ഥിത സമ്യക് ഉഭയോർവിന്ദതേ ഫലം. സാഖ്യയോഗവും, സാഖ്യവും യോഗവും, അതായത് കർമ്മസന്യാസവും കർമ്മയോഗവും പൃഥക് വേറെ വേറെയാണെന്ന് ബാലാ പ്രവദന്തി, ബാലന്മാർ എന്നുദ്ദേശിക്കുന്നത് അജ്ഞാനികളെയാണ്. അവർ മാത്രമേ അങ്ങനെ പറയൂ എന്ന്. പണ്ഡിതാ, പണ്ഡിതന്മാർ പറയില്ല. ഏകം അപി, ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ സമ്യക ആസ്ഥിത, വഴി പോലെ അനുഷ്ഠിക്കുന്നവൻ, ഉഭയോ ഫലം, രണ്ടിൻ്റെയും ഫലം വിന്ദതേ, അനുഭവിക്കുന്നു. സാഖ്യവും യോഗവും, അതായത് കർമ്മസന്യാസവും കർമ്മയോഗവും വേറെ വേറെയാണെന്ന് അജ്ഞാനികളെ പറയുള്ളൂ, അറിവുള്ളവ പറയില്ല എന്നാണ് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിക്കും അനുഷ്ഠിച്ചാൽ രണ്ടിൻ്റെയും ഫലം അനുഭവപ്പെടും എന്നും. സാധാരണ ഒരു കർമ്മത്തെ ഏറ്റവും പരിപാലനമാക്കുന്നത് 2 മാർഗങ്ങളിൽ കൂടിയാണ്. ഒന്ന് കർത്തൃത്വാഭിമാനം, ഞാൻ ചെയ്യുന്നു എന്ന ഭാവം, അത് പാടെ അങ്ങ് ഉപേക്ഷിക്കണം. അതായത് അത് കർമ്മസന്യാസം ആയിട്ട് വരും സാഖ്യന്മാരുടെ. പിന്നെ 2, ഭോക്തൃത്വാഭിമാനം, കർമ്മഫലം എനിക്ക് അനുഭവിക്കണം എന്ന ഭാവവും ഉപേക്ഷിക്കണം. അതായത് കർമ്മഫലത്തിൽ ആഗ്രഹമില്ലാതെ കർമ്മം ചെയ്യൽ, അതാണ് കർമ്മയോഗം. ഈ സാഖ്യരീതി എല്ലാവർക്കും പറ്റില്ല. ബുദ്ധിപരമായി വളരെ ഉന്നതമായ നിലവാരത്തിൽ നിൽക്കുന്നവർക്ക് യോജിച്ചതാണ് സാഖ്യം. ഈ സമഷ്ടിയായിട്ടുള്ള ഒരു ചൈതന്യമാണ് ലോകത്തെ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നവർക്ക് അപ്പോൾ അങ്ങനെ തിരിച്ചറിയുന്നവർ തൻ്റെ പ്രവൃത്തി എത്ര നിസ്സാരമാണ് എന്ന് അവർക്ക് ആലോചിക്കാൻ കഴിയും എന്നർത്ഥം. അപ്പോൾ അഹംബോധം അസ്തമിക്കും. ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും പഠിക്കുക, വഴിയെ എല്ലാം താനേ മനസ്സിലായിക്കോളും കേട്ടോ. ശ്ലോകം 4 ഒന്നുകൂടെ നോക്കാം.
സാഖ്യയോഗൗ പൃഥക് ബാലാ പ്രവദന്തി ന പണ്ഡിതാ ഏകമപ്യാസ്ഥിത സമ്യക് ഉഭയോർവിന്ദതേ ഫലം. ശ്ലോകം 5. യത് സാഖ്യൈ പ്രാപ്യതേ സ്ഥാനം തത് യോഗൈരഭിഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. സാഖ്യൈ സാഖ്യന്മാർ യത് സ്ഥാനം പ്രാപ്യതേ പ്രാപിക്കുന്ന ലക്ഷ്യം ഏതോ തത് യോഗൈ അഭിഗമ്യതേ അതുതന്നെ യോഗികളും പ്രാപിക്കുന്നു. സാഖ്യം ച യോഗം ച സാഖ്യത്തെയും യോഗത്തെയും ഏകം യഃ പശ്യതി ഒന്നായിട്ട് ആര് കാണുന്നുവോ ഇല്ലെങ്കിൽ ആർക്ക് കാണാൻ സാധിക്കുന്നുവോ സ പശ്യതി അവനാണ് യഥാർത്ഥത്തിൽ കാണുന്നവൻ എന്ന് അല്ലെങ്കിൽ അറിയുന്നവൻ. സാഖ്യന്മാർ പ്രാപിക്കുന്ന ലക്ഷ്യത്തിൽ യോഗികളും എത്തിച്ചേരും എന്ന്. സാഖ്യത്തെയും യോഗത്തെയും ആര് ഒന്നായി കാണുന്നുവോ അവരാണ് യഥാർത്ഥ കാഴ്ചയുള്ളവൻ ഇല്ലെങ്കിൽ അറിവുള്ളവർ എന്ന്. അതായത് കർമ്മസന്യാസികൾ ധ്യാനയോഗം വഴി ആ പരമാത്മപദത്തിൽ എത്തുന്നു. യോഗികളാണെങ്കിലോ കർമ്മം ചെയ്ത് കർമ്മയോഗം വഴി അന്ധക്കരണ ശുദ്ധി നേടി ആ പരമാത്മപദത്തെ പ്രാപിക്കുന്നു. രണ്ടും ഒരേ ലക്ഷ്യത്തിൽ തന്നെയാണ് സാധകനെ എത്തിക്കുന്നത് എന്ന് ആരറിയുന്നു? തത്വദർശികൾ തിരിച്ചറിയുന്നു എന്ന്. ഇവിടെ പശ്യതി എന്നാൽ കണ്ണുകൊണ്ട് വെറുതെ കാണുന്നതിനെയല്ല ഉദ്ദേശിക്കുന്നത്, അനുഭവത്തിലൂടെ അറിയുക എന്നതാണ്. ആത്മദർശനം എന്നാൽ തൻ്റെ യഥാർത്ഥ സ്വരൂപം ആത്മാവ് തന്നെയാണ് എന്ന സത്യം ആ സാധകൻ സാക്ഷാത്കരിക്കുന്നു. അതായത് സാഖ്യത്തെയും യോഗത്തെയും ഒന്നായി കാണുക എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒന്നിച്ചനുഷ്ഠിക്കേണ്ടതാണ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. രണ്ടും രണ്ട് മാർഗങ്ങളല്ലെന്നും പടിപടിയായി മനുഷ്യനെ ഉന്നതിയിലേക്ക് നയിക്കുന്ന സാധനാക്രമങ്ങളാണ് എന്നുമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതായത് കർമ്മയോഗത്തിലൂടെ അന്ധക്കരണശുദ്ധി നേടി സാഖ്യത്തിന് പാകപ്പെട്ട് ആ പരമാത്മതത്വത്തെ സാക്ഷാത്കരിക്കാം എന്നതാണ് ഇവിടുത്തെ ആശയം എന്നർത്ഥം. 5-ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. യത് സാഖ്യൈ പ്രാപ്യതേ സ്ഥാനം തത് യോഗൈരഭിഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. ശ്ലോകം 6. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗത യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധിഗച്ഛതി. മഹാബാഹോ, ഹേ മഹാബാഹോ, സന്യാസ തു സന്യാസമാകട്ടെ, അയോഗത കർമ്മയോഗമനുഷ്ഠിക്കാതെ, ആപ്തും ദുഃഖം പ്രാപിക്കാൻ പ്രയാസമാണ്. യോഗയുക്ത മുനി, അതായത് കർമ്മയോഗത്തിലൂടെ അന്ധക്കരണശുദ്ധി നേടി ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്ന സാധകൻ നചിരേണ വേഗത്തിൽ ബ്രഹ്മ അധിഗച്ഛതി ബ്രഹ്മപദം പ്രാപിക്കുന്നു. അല്ലയോ അർജുന, സന്യാസം കർമ്മയോഗം അനുഷ്ഠിക്കാതെ എത്തിപ്പെടാൻ പ്രയാസമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. കർമ്മയോഗത്തിലൂടെ അന്ധക്കരണശുദ്ധി നേടി ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്ന സാധകൻ വേഗത്തിൽ ആ പരമപദത്തെ പ്രാപിക്കും എന്ന്. ആത്മസാക്ഷാത്കാരത്തിനുള്ള സാധനയിൽ കർമ്മയോഗത്തിനുള്ള സ്ഥാനമാണ് ഇവിടെ വീണ്ടും വീണ്ടും ഊന്നി പറയുന്നത്. അതായത് കയ്യിലില്ലാത്ത ഒന്നിനെ എങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കും? കർമ്മ അനുഷ്ഠാനമില്ലെങ്കിൽ കർമ്മസന്യാസവും ഇല്ല എന്നർത്ഥം. 6-ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗത യോഗയുക്തോ മുനിർബ്രഹ്മ നചിരേണാധിഗച്ഛതി. ശ്ലോകം 7. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. യോഗയുക്ത കർമ്മയോഗമനുഷ്ഠിച്ച് വിശുദ്ധാത്മാ വാസനാമാലിന്യങ്ങളെ അകറ്റി, വിജിതാത്മാ മനസ്സിലെ വിക്ഷേപങ്ങൾ ഒതുക്കി, ജിതേന്ദ്രിയ ഇന്ദ്രിയ വ്യാപാരങ്ങളിൽ സംയമനം വരുത്തിയ സാധകൻ സർവഭൂതാത്മഭൂതാത്മാ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന പരമാത്മാവും താനും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന ജീവബ്രഹ്മൈക്യ അനുഭൂതി
വന്ന ശേഷം കുറുവൻ അപി കർമ്മം ചെയ്യുന്നു എങ്കിലും ന ലിപ്യതേ ബന്ധനാകുന്നില്ല, ബന്ധനസ്ഥനാകുന്നില്ല എന്ന്. കർമ്മയോഗം അനുഷ്ഠിച്ച് വാസനാമാലിന്യങ്ങൾ അകറ്റി എന്ന് പറഞ്ഞാൽ ഈ പാത്രം കഴുകുമ്പോൾ അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന കറയും അഴുക്കുമെല്ലാം നമ്മൾ കഴുകിക്കളയാറില്ലേ, അതുപോലെ നമ്മുടെ മനോമാലിന്യങ്ങളെ അകറ്റി ഇന്ദ്രിയ നിയന്ത്രണം വരുത്തിയ വ്യക്തി സർവചരാചരങ്ങളിലും ഉള്ള പരമാത്മാവും താനും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന ഐക്യബോധം കൈവന്നതിന് ശേഷം പിന്നെ കർമ്മം ചെയ്താലും ബന്ധനസ്ഥനാകില്ല എന്ന്. അതായത് പരിമിതാവസ്ഥയിൽ നിന്നും പൂർണ്ണാവസ്ഥയിലേക്കുള്ള യാത്രയിൽ ഒരു ജീവന് സംഭവിക്കുന്ന ആന്തരിക പരിവർത്തനങ്ങളുടെ ക്രമമാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 7 ഒന്നുകൂടെ നോക്കാം. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. സമദർശി ഏത് മനോഭാവത്തിലാണ് കർമ്മം ചെയ്യുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അത് അടുത്ത ഭാഗത്ത് നോക്കാം. ഇന്നിവിടെ നിർത്തുന്നു. നമസ്കാരം.